ദേവതന്ത്രജ്ഞനായ ഭഗവാൻ കൃഷ്ണൻ പോലും യുദ്ധം നിർത്താൻ എല്ലാം ശ്രമിച്ചു. എന്നിട്ടും പരാജയപ്പെട്ടു എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ എന്ത് സംഭവിക്കും? കാരണം ചിലപ്പോൾ സമാധാനം നിരസിക്കപ്പെടുമ്പോൾ പ്രതിരോധം ഒരു കടമയായി മാറുന്നു. മഹാഭാരതം വെറുമൊരു യുദ്ധമായിരുന്നില്ല. അത് അവസാന ആശ്രയമായിരുന്നു. കുരുക്ഷേത്ര യുദ്ധക്കളം രക്തത്തിൽ കുതിർന്നുപോകുന്നതിനു മുമ്പ് കൃഷ്ണൻ ഒരു അവസാന ശ്രമം നടത്തി. സമാധാന ദൗത്യം. നമുക്ക് പിന്നോട്ടു പോകാം. പാണ്ഡവരെ അപമാനിച്ചു, ഒരു കപടപകിട കളിയിൽ വഞ്ചിച്ചു. അവരുടെ രാജ്യം അപഹരിച്ചു, 13 വർഷത്തേക്ക് നാടുകടത്തി. എന്നാൽ അവർ തിരിച്ചെത്തിയപ്പോൾ അവർ പ്രതികാരം ആവശ്യപ്പെട്ടില്ല. അവർ നീതി ചോദിച്ചു. വെറും 5 ഗ്രാമങ്ങൾ, രാജ്യത്തിന്റെ പകുതി പോലും ഇല്ല. എന്നാൽ ദുര്യോധനൻ അഹങ്കാരം, അസൂയ, അഹങ്കാരം എന്നിവയാൽ അന്ധനായി നിരസിച്ചു. അദ്ദേഹം പറഞ്ഞു, ഒരു സൂചിമുനയുടെ വലിപ്പം പോലും ഞാൻ അവർക്ക് ഭൂമി കൊടുക്കില്ല. എന്നിട്ടും കൃഷ്ണൻ ശ്രമിച്ചു. അദ്ദേഹം ഹസ്തിനപുരത്തേക്ക് യാത്ര ചെയ്തു, ഒരു യോദ്ധാവായിട്ടല്ല, മറിച്ച് സമാധാനദൂതനായി. നയതന്ത്രത്തിന് ഒരു അവസാന അവസരം നൽകാൻ കൃഷ്ണൻ ധൃതരാഷ്ട്രരോട് അപേക്ഷിച്ചു, മുതിർന്നവരെ ഉപദേശിച്ചു. വരാനിരിക്കുന്ന ദുരന്തത്തെക്കുറിച്ച് രാജസദസ്സിനെ മുന്നറിയിപ്പ് നൽകി. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ സമാധാനം തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ നാമം മഹത്വത്തിൽ ഓർമ്മിക്കപ്പെടും. നിങ്ങൾ യുദ്ധം തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നാശം പിന്തുടരും. എന്നിട്ടും ദുര്യോധനൻ കൃഷ്ണനെ പിടികൂടാൻ ശ്രമിച്ചു. അതെ, ദൈവത്തെത്തന്നെ പിടികൂടുക. സത്യത്തെ ബന്ധിക്കാൻ കഴിയുന്നതുപോലെ. ആ നിമിഷം കൃഷ്ണൻ തന്റെ വിശ്വരൂപം, തന്റെ പ്രപഞ്ചരൂപം, ദൈവികതയുടെ തിളക്കത്താൽ രാജസദസ്സിനെ അന്ധരാക്കി വെളിപ്പെടുത്തി. പക്ഷേ അത് ശക്തിപ്രകടനമായിരുന്നില്ല. അത് അവസാന മുന്നറിയിപ്പായിരുന്നു. അന്ന് കൃഷ്ണൻ പരാജയപ്പെട്ടില്ല. നയതന്ത്രം പരാജയപ്പെട്ടു. ഒരു പക്ഷം സത്യം നിരസിക്കുമ്പോൾ, അഹങ്കാരം യുക്തിക്ക് കാതടപ്പിക്കുമ്പോൾ, സമാധാനത്തിന്റെ പാത പരിഹസിക്കപ്പെടുമ്പോൾ, യുദ്ധം മാത്രമേ അവശേഷിക്കുന്ന ഭാഷയായി മാറുകയുള്ളൂ. മഹാഭാരതം നമ്മെ പഠിപ്പിക്കുന്നു. ചർച്ചകൾ ശ്രേഷ്ഠമാണ്. എന്നാൽ അനീതിക്കെതിരെ നിലകൊള്ളുന്നത് പവിത്രമാണ്. നിങ്ങൾ അഭിമാനത്തിനായി പോരാടുന്നില്ല. സമാധാനപരമായ എല്ലാ വാതിലുകളും കൊട്ടിയടക്കപ്പെടുമ്പോൾ നിങ്ങൾ പോരാടുന്നു. അവസാനമായി നിൽക്കുന്നത് കടമയാണ്. ഇതാ ട്വിസ്റ്റ്. കൃഷ്ണൻ ഒരിക്കലും യുദ്ധം ആഗ്രഹിച്ചില്ല. എന്നാൽ അത് ഒഴിവാക്കുന്നതിന്റെ വില അവനറിയാമായിരുന്നു. കാരണം അനീതി വെല്ലുവിളിക്കപ്പെടാതെ വളരാൻ അനുവദിച്ചത് സമാധാനം കൊണ്ടുവരുന്നില്ല. അത് നാശത്തിലേക്ക് നയിക്കുന്നു. യുദ്ധം സംഭവിച്ചു എന്നതല്ലേ യഥാർത്ഥ ദുരന്തം. തടയാൻ അധികാരമുള്ളവർ അത് ചെയ്യാൻ തീരുമാനിച്ചില്ല എന്നതാണ്. അപ്പോൾ സത്യം ഇതാണ്. സമാധാനമാണ് എപ്പോഴും ആദ്യ ചോയ്സ്. എന്നാൽ സമാധാനം വഞ്ചിക്കപ്പെടുമ്പോൾ നീതിയുള്ള പ്രതിരോധം ഇനി ഒരു ഓപ്ഷനല്ല, അത് ഒരു ഉത്തരവാദിത്തമായി മാറുന്നു. ഇനി സ്വയം ചോദിക്കുക, സമാധാനം നിലനിർത്താൻ വേണ്ടി മാത്രം നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയാണ് നിങ്ങൾ മൗനം പാലിക്കുന്നത്? നിശബ്ദത ആരെയും സേവിക്കാത്തപ്പോൾ സംസാരിക്കാൻ ധൈര്യം ആവശ്യമുള്ള ഒരാളുമായി ഇത് പങ്കിടുക. കാരണം കൃഷ്ണൻ നമുക്ക് കാണിച്ചുതന്നതുപോലെ ധർമ്മം ആവശ്യപ്പെടുമ്പോൾ ദൈവത്തിനു പോലും യുദ്ധം തടയാൻ കഴിയില്ല.